കല്യാണത്തിന് വന്ന അല്ലി അവളുടെ ചെക്കനായിട്ടുള്ള കുനാലിനെ തന്നെ ഇഷ്ടമാണെന്ന് അവന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അല്ലി വന്നപ്പോ മുതല് കുനാലിനോടുള്ള പെരുമാറ്റത്തിൽ ദിയക്ക് എന്തോ സംശയങ്ങളെല്ലാം തോന്നി തുടങ്ങുന്നുണ്ട്. അല്ലി ഇപ്പോ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുനാലിന്റെ വീട്ടുകാരായിട്ടും ദിയയുടെ വീട്ടുകാരായിട്ടും അല്ലി നല്ല കമ്പനി ആക്കുന്നുണ്ട്. ദിയ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അവസാനം അല്ലി സെലക്ട് ചെയ്തപ്പോഴാണ് അത് ഇഷ്ടപ്പെടുന്നത്. ഫുഡ് ആണെങ്കിലും അല്ലി സെലക്ട് ചെയ്യുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അല്ലിയും കുനാലും ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്നത് കണ്ട് ദിയ വീണ്ടും അവരെ തന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ദിയ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോഴേക്കും അല്ലി അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടക്കുന്ന കുനാലിനെ അല്ലി അവളുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് അവര് കുറെ നേരം സംസാരിച്ചിരിക്കുകയാണ്. ദിയ നിനക്ക് മാച്ച് അല്ലാന്നും അവൾ അവനെ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അവസാനം അവള് അവനെ പ്രപ്പോസ് ചെയ്യാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും നമ്മ രണ്ടുപേരും ഒന്നിച്ചായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് സൂപ്പറായി പോകുമെന്ന് അവനോട് പറയുന്നുണ്ട്. പക്ഷെ അവനക്ക് ഇതിന് മറുപടി പറയാൻ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്ത് പറയണമെന്ന് അവനക്ക് അറിയില്ലായിരുന്നു. ഇതും പറഞ്ഞുകൊണ്ട് അല്ലി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം ദിയയുടെ കൂടെ അല്ലി വരുമ്പോഴും കുനാലിന്റെ അവിടെ മുഖത്ത് നോക്കാൻ പോലും ഒരു നാണക്കേട് പോലെ ആയിരുന്നു. എന്നാൽ അല്ലിക്ക് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ബാച്ചുലർ പാർട്ടിയെ പറ്റി സംസാരിക്കുമ്പോൾ ദിയ എല്ലാവരും കൂടി ഒന്നിച്ച് പാർട്ടി ചെയ്യാമെന്നാണ് പറയുന്നത്. എന്നാൽ ആർക്കും അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബാച്ചുലേഴ്സ് പാർട്ടി എന്ന് പറയുമ്പോൾ ബോയ്സും ഗേൾസും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത്. കുനാല് ദിയനെ സോപ്പിട്ട് അത് സമ്മതിപ്പിച്ചുകൊണ്ട് തന്നെ അല്ലി പെട്ടെന്ന് അവനോട് എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ ഐ ലവ് യു പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ സ്റ്റെക്കായിട്ട് നിൽക്കാണ്. ഞാനിത് സമ്മതിപ്പിച്ചോണ്ട് ആ ഒരു ഇഷ്ടം പ്രകടിപ്പിച്ചതാണെന്നും പറഞ്ഞ് അല്ലി എല്ലാവരെയും കൺവിൻസ് ചെയ്യുന്നുണ്ട്. അപ്പോഴും ദിയക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. ബാച്ചുലേഴ്സ് പാർട്ടി നടക്കുന്ന സമയത്ത് കുനാലിനെ കാണാനായിട്ട് അല്ലി എത്തുന്നുണ്ട്. അവര് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാണ്. പോകുന്ന സമയത്ത് അല്ലിയോട് ഒരാള് കാഷ്വൽ ആയിട്ട് ഇന്ന് രാത്രി ഞങ്ങളുടെ കൂടെ നിൽക്കുന്നേന്ന് പറഞ്ഞത് കുനാലിന് എന്തോ ഇഷ്ടപ്പെടുന്നില്ല. എന്ത് വൃത്തികേടാ പറയുന്നത് എന്ന് പറഞ്ഞ് അയാള് കുനാലെ ചീത്ത പറയാണ്. അല്ലിക്ക് വേണ്ടി തല്ലുപിടിക്കുന്ന കുനാലിനെ കണ്ടതും അല്ലിക്ക് ശരിക്കും ഇഷ്ടമാവാണ് ചെയ്തത്. ദിയക്ക് പാർട്ടി ഭയങ്കര ബോറായിട്ട് തോന്നിയതുകൊണ്ട് തന്നെ അവള് ഫോൺ എടുത്ത് കുനാലിനെ വിളിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് വന്ന അല്ലി അവളുടെ ഫോൺ വാങ്ങി വെക്കുന്നുണ്ട്. പാർട്ടി എല്ലാം കഴിഞ്ഞ കുനാൽ ദിയയെ വിളിച്ച് അവനെ പിക്കപ്പ് ചെയ്യാനായിട്ട് വരാനായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫോണ് എടുക്കുന്നുണ്ടായിരുന്നില്ല. അല്ലിയുടെ കയ്യിലായിരുന്നല്ലോ ദിയയുടെ ഫോണ്. കോള് വരുന്നത് അല്ലി കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ അത് മൈൻഡ് ചെയ്യാതെ ഇരുന്നതാണ്. അവസാനം കുനാൽ വേറെ നിവൃത്തിയില്ലാതെ അല്ലിയെ പിക്കപ്പ് ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട്. ദിയയുടെ കണ്ണി പെടാതെ അല്ലി അവിടെ നിന്ന് കുനാലിനെ വിളിക്കാനായിട്ട് പോകാണ്. തിരിച്ചു വന്ന അല്ലിയോട് ദിയ നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാതെ പോയതെന്ന് ചോദിക്കുമ്പോൾ അല്ലിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. എന്റെ ഫോൺ എവിടെയെന്ന് ദിയ ദേഷ്യത്തിലാണ് ചോദിക്കുന്നത്. അത് ഞാൻ മറന്നുപോയി, നിന്നെ ബോധർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ നിന്നോട് പറയാഞ്ഞതെന്ന് ദിയയോട് അല്ലി പറയുന്നുണ്ടെങ്കിലും ദിയക്ക് ഇത് വിശ്വസനീയമല്ലായിരുന്നു. പെട്ടെന്ന് കുനാല് ദിയയെ ചീത്ത പറയാണ്. അവള് പറഞ്ഞല്ലോ ഇതാണ് കാരണം, പിന്നെ എന്തിനാ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുനാലിന്റെ പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസം ദിയക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം അല്ലിയോട് ചെന്ന് ഇവിടെ നിന്ന് മാറി താമസിക്കാനായിട്ട് ദിയ പറയുമ്പോൾ എനിക്ക് കുനാലിനെ ഇഷ്ടമാണെന്ന് ദിയയോട് നേരിട്ട് തന്നെ അല്ലി പറയാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഈ മൂവിയുടെ ഫുൾ എക്സ്പ്ലനേഷൻ കാണാൻ താഴെ കാണുന്ന പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.